ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ മെയിൻ എൻട്രൻസിന്റെ മുന്നിലാണ്. റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന എൻട്രൻസിന്റെ മുൻഭാഗത്തുകൂടി ധാരാളം വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. നമുക്ക് മുന്നിലായി നേരെ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും NH66 തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ റോഡ് അല്ലെങ്കിൽ ലിങ്ക് റോഡിന്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് മുന്നിലൂടെ കാണാൻ സാധിക്കുന്നത്. പോർട്ടിലേക്ക് ധാരാളം സ്റ്റോണുമായിട്ട് പോകുന്ന ലോറികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കണക്ഷൻ റോഡിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലിങ്ക് റോഡിന്റെ ഭാഗമായിട്ടുള്ള 10ാമത്തെ വീഡിയോ ആണ് പബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കണക്ഷൻ റോഡിൽ വന്ന മാറ്റങ്ങൾ. വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നതാണ് ഓരോ വീഡിയോയും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ ഇന്ന് വരുന്ന വ്യത്യാസം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇപ്പോൾ ഞാനുള്ളത് മെയിൻ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർട്ടിന്റെ എൻട്രൻസ് പോർഷനിലാണ് ഞാനുള്ളത്. വളരെ ദൂരെയായിട്ട് ഒരു SD സ്ക്രീനിന്റെ ബൂം ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് NH66 നിന്നും പോർട്ടിലേക്കാണെങ്കിൽ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പോർട്ടിന്റെ സൈഡിൽ നിന്നും NH66ലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സൈഡിലായിട്ട് വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പുരോഗമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല വളരെ മനോഹരമായ ചെടികളാൽ അലങ്കരിച്ച റോഡിന്റെ ഇരുവശങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിനി മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് മുതൽ NH66 വരെ നീളുന്ന 1700 മീറ്റർ റോഡാണ് നമുക്ക് മുന്നിലായി നിരന്ന് കാണാൻ സാധിക്കുന്നത്. പലയിടത്തായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ വർക്ക് അപ്ഡേഷൻ നോക്കുന്നത്. എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അത് പറയുമ്പോൾ തന്നെ ധാരാളം സ്റ്റോണുമായിട്ട് ലോറികൾ കടന്നു പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം സെക്കൻഡും തേർഡും ഫോർത്ത് സ്റ്റേജിന്റെ വർക്കുകൾ 2025 സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുമായിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാറ് വരുന്ന ഈ ഭാഗം പൂവാർ ഭാഗത്തു നിന്നാണ് കാർ വരുന്നത്. പൂവാർ ഭാഗത്തു നിന്നും വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ എൻട്രൻസ് പോർഷൻ, അതിന്റെ ഈ ഭാഗത്തു നിന്നാണ് പോർട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലേ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ ലോറികൾ മണിക്കൂറോളം വെച്ച് അല്ലെങ്കിൽ മിനിറ്റിൽ വെച്ച് ധാരാളം ലോറികളാണ് ഇതുപോലുള്ള പോർട്ടിനകത്ത് കടന്നു പോകുന്നത്. കാരണം ഇത് ആക്രോപോഡുമായിട്ട് വരുന്ന ലോറിയാണ്. അതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വളരെ മുന്നിലോട്ട് നടക്കാം. മുന്നിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന റോഡിന്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്. ആ ഹൈമാസ് ലൈറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫിനിഷിംഗിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു പാനൽ ബോർഡ് കാണാൻ സാധിക്കും. പാനൽ ബോർഡിലെ കണക്ഷൻ എല്ലാം എർത്ത് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ പോയി നോക്കുമ്പോൾ തന്നെ നമുക്കിത് ആക്രോപോഡുമായിട്ട് അടുത്ത ലോറി വരുന്നത് കാണാൻ സാധിക്കും. അതായത് ഓരോ മിനിറ്റ് വെച്ചിട്ടാണ് ധാരാളം ആക്രോപോഡുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് ആവശ്യമായിട്ടുള്ള, അതായത് നമുക്കറിയാം ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ നീളുന്ന ബ്രേക്ക് വാട്ടറിന്റെ സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ റോഡിന്റെ സൈഡിലുള്ള പ്രൊട്ടക്ഷൻ വാളിന്റെ വർക്കിന് പാരലായിട്ട് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ജോലികൾ അവിടെ നടക്കുന്നുണ്ട്. ആ വർക്കിന് ആവശ്യമായിട്ടുള്ള ആക്രോപോഡുമായിട്ടാണ് ലോറികൾ പോകുന്നത്. ഇനി നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈമാസ് ലൈറ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഹൈമാസ് ലൈറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്നത് LED ലൈറ്റ് ആണെന്നാണ് തോന്നുന്നത്. രാത്രി വന്നാൽ നമുക്ക് ഈ ലൈറ്റിന്റെ പ്രകാശം എത്രത്തോളമാണ് സ്പ്രെഡായി പോകുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ കവർ ആവുന്നുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാലും ഹൈമാസിലൂടെ വളരെ ഹൈറ്റിൽ ഫിക്സ് ചെയ്യുന്ന LED ലൈറ്റ് ആയതിനാൽ ഈ പ്ലേസ് എല്ലാം പൂർണ്ണമായിട്ടും കവർ ആവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്കിനി സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പാനൽ ബോർഡെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പാനൽ ബോർഡും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിനാൽ ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയൊരു പ്രൊട്ടക്ഷൻ വാള് പോലുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവൈഡർ എന്ന് തന്നെ പറയാം, ഡിവൈഡറിന്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒരു സ്റ്റാഫിനെയും ഡിവൈഡറിന്റെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു എക്സ്കവേറ്ററാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ആ റോഡ് എല്ലാവർക്കും പരിചിതമായ റോഡ് തന്നെയാണ്. കാരണം ഈ പറയുന്ന ലിങ്ക് റോഡിന്റെ സൈഡിലൂടെയുള്ള ബൈ റോഡാണ്. അതായത് ലിങ്ക് റോഡിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ആ റോഡിലൂടെയാണ് ഈ റോഡിന്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതിന് കാരണമായിട്ടുള്ള റോഡാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഒരു ഹെവി എക്സ്കവേറ്റർ കാണുന്നത്. ആ റോഡ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് ഇന്നാണ് ഞാൻ കാണുന്നത്. ഞാനിവിടെ അപ്ഡേഷൻ എടുക്കാൻ വന്നപ്പോഴാണ് കാണുന്നത്. നമുക്ക് നോക്കാം, ധാരാളം വർക്കിംഗ് സ്റ്റാഫ് ഇതിനകത്ത് ഉണ്ട്. അതെ, ഒന്നിൽ കൂടുതൽ വർക്കിംഗ് സ്റ്റാഫ്, 3ഓളം വർക്കിംഗ് സ്റ്റാഫ് നിലവിലുണ്ട്. ഒരു പമ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം ഇവിടെയുള്ള വെള്ളക്കെട്ടുള്ള സ്ഥലമായതിനാൽ
ഇവിടെ ഒരു പമ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. കാരണം നമ്മുടെ ഈ വെള്ളം ഒലിച്ചു പോകുന്നതിൻ്റെ വർക്കുകളായിരിക്കും അവിടെ നടക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ രണ്ടാമത്തെ ലോറിയുമായിട്ട്, അതായത് രണ്ടാമത്തെ ലോറിയിൽ ആക്രോപോഡുമായിട്ട് പോർട്ടിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. നമ്മൾ വന്നിട്ട് 4-5 മിനിറ്റ് ആയിട്ടുള്ള ആ സമയത്ത് തന്നെ രണ്ടാമത്തെ ലോറിയും പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതെ, ഡ്രെയിനേജിൻ്റെ വർക്ക് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം നമ്മൾ ഈ റോഡ് പോകുന്ന സ്ഥലമെല്ലാം വയലും വെള്ളക്കെട്ടുള്ള സ്ഥലമായതിനാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെള്ളം അവിടെ ഹോൾഡ് ആവും. ആ വെള്ളം തിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ഡ്രെയിനേജ് വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇവിടെ റോഡിൻ്റെ കുറച്ച് ഭാഗം പൂർണ്ണമായിട്ട് ഇടിച്ചു കളഞ്ഞതിന് ശേഷം വിശാലമായ രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം എത്ര വലിയ വെള്ളക്കെട്ട് വന്നാലും അത് നമ്മുടെ റോഡിനെ ബാധിക്കാതിരിക്കുകയും റോഡിൻ്റെ മുകളിലൂടെ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രത്തോളം ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാം. വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് പമ്പ് ചെയ്ത് കളയുന്നതിന് 2 പമ്പുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വർക്കിംഗ് സൈറ്റിലെല്ലാം കൂടുതലായി പമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുവേണ്ടി 1-2 വർക്കിംഗ് സ്റ്റാഫിനെ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം കൂടുന്നതനുസരിച്ച് പമ്പ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയാണ്. നമുക്കിനി സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ വരുന്ന വെള്ളം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. തിരിഞ്ഞു പോകുന്ന പോർഷന് വേണ്ടിയാണ് ഇവിടെ ഈ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ ഈ കാണുമ്പോൾ 2 പമ്പ് സെറ്റിൻ്റെ ലൈൻ പോകുന്ന ആ പോർഷൻ ഇവിടം വഴിയാണ്, ഈ ഭാഗം വഴിയാണ്. മഴ പെയ്യുമ്പോൾ ധാരാളമായി എത്തുന്ന വെള്ളം കടന്നു പോകുന്ന പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് റോഡ് മുറിച്ച് അപ്പുറത്തേക്കാണ് വെള്ളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, പോകുന്നതും. നേരത്തെ തന്നെ ആ പോർഷൻ അവിടെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി വലുതാക്കിയാണ് ഇപ്പോൾ ആ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു വാൻ കാണാൻ സാധിക്കും. ആ വാൻ്റെ അടിയിലൂടെയാണ് ഡ്രെയിനേജ് പാസ് ചെയ്ത് മുന്നിലേക്ക് പോകുന്നത് എന്നും അറിയാൻ നമുക്ക് സാധിച്ചു. ഇതാണ് നമ്മുടെ ഈ പറയുന്ന കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ലിങ്ക് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വർക്ക്. ഇവിടെ ഇത്രയൊക്കെയാണ് നടക്കുന്നത്. ഒരു ഹൈമാസ് ലൈറ്റും പിന്നെ നമ്മൾ ഈ പറയുന്ന ഡ്രെയിനേജ് വെള്ളം പോകുന്നതിനാവശ്യമായിട്ടുള്ള പിന്നെ വർക്കാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. ബാക്കി എല്ലാ പോർഷനിലും നമ്മൾ ഈ കാണുന്ന പോലെ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല നമ്മൾ ഈ റോഡ് ഡിവൈഡിങ് പോർഷനിലൊക്കെ കളർ അടിച്ച്, അതായത് വൈറ്റും ബ്ലാക്കും കളർ അടിച്ച് വളരെ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇതുവരെ ആ ഒരു കളർ വന്നിരുന്നില്ല. പക്ഷേ ഇപ്പം ഹൈവേൻ്റെ സൈഡിലൊക്കെ അടിക്കുന്നതൊക്കെ അറിയാമല്ലോ, ഡിവൈഡറിൽ അടിക്കുന്ന ആ കളറൊക്കെ ഇവിടെ അടിച്ച് വളരെ മനോഹരമായിരിക്കുന്നു. ഇൻ്റർലോക്ക് ഇട്ട് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയാൽ മാത്രമേ മെയിൻ വർക്കുകൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ NH66 വരെ 1700 മീറ്റർ വർക്കാണ് പൂർണ്ണമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കുന്ന ഭാഗത്തെല്ലാം വയലായതിനാൽ കുറച്ചുകൂടി ഇത് നികത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ നികത്തിയെടുക്കുന്ന പോർഷൻ എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയതാണ് എന്ന് നമുക്കറിയേണ്ടത്. ഓരോ ദിവസം കൂടുന്തോറും എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇതുവരെയുള്ള, ഇത് 10ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ 9 വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങളാണെങ്കിൽ 10ാമത്തെ വീഡിയോയിൽ വരുന്ന മാറ്റം അമ്പരപ്പിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകാതെ ഡീറ്റെയിൽ ആയിട്ട് കണക്ഷൻ റോഡിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനമാകും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിവിടെ കാണുന്ന ലൈറ്റുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ലൈറ്റിൻ്റെ ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫിക്സിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ റോഡിൻ്റെ ഇരുവശങ്ങളായിട്ടുമുള്ള പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. അത് ഈ ഭാഗത്തെല്ലാം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. മറുവശത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇടതും വലതും സൈഡാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. 2 വശത്തും വയലുകൾ തന്നെയാണ്. അത് കാണാൻ നല്ല മനോഹരമാണ് വയൽ. പക്ഷേ നമ്മൾ റോഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ മനോഹരമായ പ്ലേസ് തന്നെയാണ്. ധാരാളം തെങ്ങുകളും വാഴകളും കൊണ്ട് നിറഞ്ഞ വളരെ പച്ചപ്പാർന്ന വളരെ മനോഹരമായ പ്ലേസ് തന്നെയാണ് നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്നിട്ടുള്ള ഈ പ്ലേസുകൾ. നമുക്ക് ഇനി മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പണ്ട് കണ്ടതുപോലെ ഒരു അമ്പലം നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു കുളമുണ്ട്. കുളത്തിൻ്റെ മുകളിലൂടെയുള്ള ബ്രിഡ്ജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടോ, ഈ ബ്രിഡ്ജ് നമ്മൾ ഫസ്റ്റിലത്തെ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഈ അമ്പലം നമ്മൾ നോട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജാണ്. ഇത് 2 ബ്രിഡ്ജാണുള്ളത്. ആദ്യത്തെ ബ്രിഡ്ജാണ് മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. പക്ഷേ ഇതിനുള്ള കണക്ഷൻ ഇല്ലായിരുന്നു. ഈ കണക്ഷനൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു. ഓരോ വീഡിയോയിലും കണക്ഷൻ്റെ വർക്ക് അപ്ഡേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രത്തോളം കഴിഞ്ഞ് ഇവിടെ ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്തും കഴിഞ്ഞിരിക്കുന്നു.
ഇനി നമുക്ക് ഈ ഹൈറ്റിലായിരിക്കും ഇനി റോഡ് മുന്നോട്ട് പോവുക. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൂടി ധാരാളം ഈ പറയുന്ന വർക്കുകളാണ് ഇവിടെ നടന്ന് കഴിഞ്ഞിരിക്കുന്നത്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്, നമുക്ക് ഇവിടെ ഒരു പാനൽ പൂർണ്ണമായിട്ട് ഫിക്സ് ചെയ്തു. നമ്മൾ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള പാനലാണ്. അത് മാത്രമല്ല ഡ്രഡ്ജ് ചെയ്ത മണൽ ധാരാളമായി ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുന്നിലാണ് മെയിൻ വർക്കുകൾ നടക്കുന്ന. ഈ സൈഡിലുള്ള റോഡിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ആ മെയിൻ വർക്ക് എന്തൊക്കെയാണ് നമുക്ക് സൈഡിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. നമുക്ക് പോയി നോക്കാം എത്രത്തോളമാണ് അവിടെ വർക്ക് നടക്കുന്നത്. ഇതാണ് നമ്മൾ ഈ കാണുന്ന ബൈ റോഡ്. ഈ ബൈ റോഡ് ഉള്ളത് കൊണ്ടാണ് ഈ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്ന് തന്നെ ഞാൻ എടുത്തു പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പോലുള്ള അല്ല, ഇപ്പോൾ കൂടുതലായിട്ട് ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. കാരണം കൂടുതൽ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് ജിയോ ഗ്രിഡാണ് നമ്മൾ കാണുന്നത്. ജിയോ ഗ്രിഡ് നമുക്ക് ഈ പറയുന്ന വളരെ കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു രീതി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ കട്ട് ചെയ്ത് എന്തിനാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ഈ പാനലിംഗ്, അതായത് നമ്മുടെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സൈഡിലൂടെ പാനലിംഗ് ഉണ്ട്. ഈ പാനലിംഗ് ഒരു ചെറിയൊരു ടെൻഷനിൽ നമ്മുടെ ഈ പറഞ്ഞ റോഡിലോട് ചേർന്നിട്ട് ഫിക്സ് ചെയ്യുന്നതിനാണ് ഈ ജിയോ ഗ്രിഡ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ഈ പറയുന്ന ജിയോ ഗ്രിഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ആ മെറ്റീരിയലൊക്കെ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ധാരാളം സ്ലാബുകളല്ല പാനലിംഗ് നമുക്കിവിടെ ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് എന്തൊക്കെയാണ് വർക്ക് അവിടെ നടക്കുന്നത് എന്നറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് റോഡ് പൂർണ്ണമായിട്ട് നികന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ നിൽക്കുന്ന റോഡ് ഇതുമായിട്ട് ഏതാണ്ട് പാരലായിരിക്കുന്നു. അതായത് നമുക്ക് മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കിടന്ന, അതായത് തൊട്ട് മുന്നേ കണ്ട വീഡിയോയിൽ നിന്നും വളരെ വ്യത്യസ്തമായി വലിയ മാറ്റം. എനിക്ക് തോന്നുന്നു 3-4 ദിവസം, എനിക്ക് തോന്നുന്നു 4 ദിവസമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് അതിനുശേഷം 4-5 ദിവസം കൊണ്ടുള്ള മാറ്റം, ഞെട്ടിപ്പിക്കുന്ന മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് ഡേ നൈറ്റ് വർക്ക് നടക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ നിൽക്കുന്ന റോഡിന് പാരലായിട്ട് അത് പൂർണ്ണമായിട്ട് നികത്തി വന്നിരിക്കുന്നു. നമ്മുടെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ടാണ് ഓരോ 30 സെൻറ്റിമീറ്റർ, അതായത് ഏറ്റവും താഴെ ജിയോ ഗ്രിഡ്, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഡ്രഡ്ജ് ചെയ്ത മണലിട്ട ശേഷം ഫില്ല് ചെയ്ത ശേഷം അത് കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്ത് 25 മുതൽ 30 സെൻറ്റിമീറ്റർ ആക്കിയതിനു ശേഷം ജിയോ ക്ലോത്ത് ഇട്ട് അതേ രീതിയിൽ ലെവൽ ചെയ്താണ് ഇത്രയും ഹൈറ്റിൽ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സൈഡിലൂടെ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഈ വർക്കിംഗ് സൈറ്റിലോട്ട് ഇറങ്ങണമെന്ന് തന്നെ ഇല്ല, നമുക്ക് സൈഡിലൂടെ പോയാലേ കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. നമ്മൾ സൈറ്റിലോട്ട് അകത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് അധികം വൈഡായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലൂടെ പോയിട്ട് സൈറ്റിൻ്റെ പുറത്തു നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് വർക്ക് നടക്കുന്നത് വളരെ വൈഡായിട്ട് ലഭിക്കും. നമ്മൾ പലപ്പോഴായിട്ട് സൈറ്റിൻ്റെ പുറത്തു നിന്ന് തന്നെയാണ് പല വർക്കുകളും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ഇത് നമുക്കൊരു എക്സ്കവേറ്റർ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് നമുക്ക് ഈ ബൈ റോഡിൽ പോകുമ്പോൾ തന്നെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. നമുക്കിനി കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാം പൂർണ്ണമായിട്ട് നികന്ന് വന്നാണ് കാണാൻ സാധിക്കുന്നത്. നികത്തി എടുത്തിരിക്കുന്നു. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അത് മാത്രമല്ല നമുക്ക് ആ വ്യത്യാസം, നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ദയവായി കാണാത്തവർ ആ ഫസ്റ്റ് വീഡിയോ ഇട്ട് കണ്ടു തുടങ്ങിയാൽ നമുക്ക് ഈ റോഡിൻ്റെ ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാം. കാരണം അങ്ങനെയാണല്ലോ ഇനി പറയാൻ പറ്റുന്നത്. ആകെ 1 മാസമായിട്ടുള്ള റോഡ് തുടങ്ങിയിട്ട് ആ ഒരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഇത് 10ാമത്തെ വീഡിയോ ആണ് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ 10 വീഡിയോയിൽ വന്ന വ്യത്യാസം തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ നിന്ന്, നമ്മളെ പ്ലേലിസ്റ്റ് ആ വീഡിയോ പ്രത്യേകിച്ചിട്ടുണ്ട്, അത് കണ്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പാനലിംഗ് ഇതാണ് ഈ പാനലിംഗ് എന്ന് പറഞ്ഞാൽ പാനലിംഗ് 1, 2, 3 പാനലിംഗ് മുകളിലെത്തിയിരിക്കുന്നു. നമ്മളെ റോഡിൻ്റെ വർക്കുകൾ നോക്കൂ, വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും ഫാസ്റ്റായിട്ട് എന്ന് പറയുന്നതോടൊപ്പം ഈ വീഡിയോ കൂടി കാണിച്ചു വരുമ്പോഴാണ് ആ വ്യത്യാസം തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ആ വ്യത്യാസം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ, നമ്മൾ പറയുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ടോ, ഈ വർക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. പാനലിംഗ് വർക്ക് നടക്കുന്നു. ഡ്രഡ്ജ് ചെയ്ത മണൽ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ട് ഓരോ 25-30 സെൻറ്റിമീറ്റർ വെച്ച് കോമ്പാക്ട് മെഷീൻ ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്തതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്ന അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്രെയിനിനെ കാണാൻ സാധിക്കും. ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ പാനലിംഗ് ഫിക്സ് ചെയ്യുന്നത്. അതിനാണ് നമുക്ക് ഈ അവിടെ ആയിട്ട് ക്രെയിനുകൾ വേണ്ടി വരുന്നത്. കാരണം ഓരോ സ്റ്റെപ്പും പൊങ്ങി റോഡ് വരുന്നതിനനുസരിച്ചാണ് സൈഡിൽ പാനലിംഗ് വർക്കുകളെല്ലാം ഫിക്സ് ചെയ്ത് പോകുന്നത്. പിന്നെ നമുക്കിപ്പോൾ വർക്ക് സ്റ്റാഫുകൾ പമ്പുകൾ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം മുതലേ പറഞ്ഞതുപോലെ കുളം അല്ലെങ്കിൽ കണ്ടൽ അല്ലെങ്കിൽ വയൽ പോലത്തെ പ്ലേസാണ് ഈ സ്ഥലം മൊത്തം. അതിനാൽ ധാരാളം വെള്ളക്കെട്ടുകളാണ് ഇവിടെ പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. മാക്സിമം ഉള്ള വെള്ളമെല്ലാം പൂർണ്ണമായിട്ട് പമ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ്
ഈ വർക്കുകളെല്ലാം ഇവിടെ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ പാനലിങ്ങിൻ്റെ ലെവൽ ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് 2 എക്സ്കവേറ്റർ നമുക്ക് മുന്നിലായിട്ട് കാണാൻ സാധിക്കും. ഒരു എക്സ്കവേറ്റർ വെച്ച് ഇങ്ങനെ ലെവൽ ചെയ്യുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തുള്ള എക്സ്കവേറ്റർ മണ്ണ് ഒരു ആ ഭാഗത്തേക്ക് മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഭാഗത്തു നിന്ന് എത്രത്തോളമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് വർക്കുകളെന്ന് ഞാൻ ഈ വീഡിയോ ഹോൾഡ് ചെയ്യുന്നതിന് തന്നെ ഞാൻ പറയുന്നതിനേക്കാളും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഞാൻ പലപ്പോഴായിട്ട് വളരെ സ്പീഡിലായിട്ട് വീഡിയോ കൊണ്ടുപോകുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഹോൾഡ് ചെയ്യണം, ഞങ്ങൾക്കൂടി കണ്ട് മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പോകുന്നത് തന്നെ. ഇതൊരു ചെറിയൊരു സൂമിങ്, കാരണം നേരത്തെക്കാട്ടി കുറച്ച് സൂമിങ് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കാണാൻ സാധിക്കും എന്ന് വേണ്ടിയാണ് ഞാനിന്ന് സൂമിങ്ങിലിട്ടത്. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കുകൾ. പൂർണ്ണമായിട്ടും റോഡ് ഫില്ലായി വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. മനസ്സിന് ഏക സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. കാരണം ഇവിടെ കിടന്ന റോഡ് പണ്ട് കിടന്ന ഒരവസ്ഥ, പണ്ടെന്ന് പറയാൻ പറ്റില്ല, 1 മാസം മുന്നേ കിടന്ന ഒരു കാഴ്ചയും ഇപ്പോഴുള്ള കാഴ്ചയും തമ്മിൽ വളരെ വലിയ വ്യത്യാസം തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്നു എന്ന് തന്നെയാണ് കണ്ട് മനസ്സിലാക്കാവുന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ഫില്ല് ചെയ്തതിന് മണ്ണ് വന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ മണ്ണ് കോമ്പാക്ട് ചെയ്യുന്ന മെഷീൻസ് ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്യുന്ന, അതായത് ഇതെല്ലാം ഒരേ ലെവലിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ വളരെ കുറച്ച് സമയമാണ് ഇവിടെ സ്പെൻഡ് ചെയ്തൊരു വീഡിയോ എടുക്കുന്നത്. സദാസമയം വർക്ക് നടക്കുന്നത് നമ്മൾ കുറച്ച് നേരമാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ തന്നെ ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വലിയ മാറ്റം നമുക്കിതിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇപ്പോൾ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ കോമ്പാക്ട് മെഷീൻ ഉപയോഗിച്ച് ഇപ്പോൾ മണ്ണ് പൂർണ്ണമായിട്ടും കോമ്പാക്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25 അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഈ പറയുന്ന ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഫില്ല് ചെയ്ത് പോകുന്നത്. നമ്മുടെ പോർട്ടിൽ നിന്നും ട്രഡ്ജ് ചെയ്ത മണൽ വരുന്നത് കൊണ്ടാണ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നത്. പോർട്ടും അടുത്താണ്, പോർട്ടിനോട് ചേർന്നിട്ടുള്ള വർക്കും തന്നെയാണ്. കാരണം ആ ട്രഡ്ജിങ് അവിടെ നടക്കുന്ന പലരും ചോദിക്കുന്നുണ്ട്, സംശയം പിന്നെ ഉള്ളവർക്കുണ്ട്. എത്ര ചിലപ്പോൾ പറഞ്ഞാലും ചിലപ്പോൾ ട്രഡ്ജ് ചെയ്ത് എന്തിനാണെന്ന്, ട്രഡ്ജർ മെഷീൻ വന്നത് എന്തിനാണെന്നും പലപ്പോഴായിട്ട് നമ്മുടെ കമൻ്റായിട്ടും അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. ഈ ട്രഡ്ജർ മെഷീൻ വന്നതും ട്രഡ്ജ് ചെയ്തതും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് ആഴമില്ലാത്തത് കൊണ്ടല്ല, നല്ലൊരു ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ചത് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രഡ്ജർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സൈഡിലൂടെയുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത പോർഷനിൽ ഓരോ പോർഷനും നമുക്ക് ഈ സൈഡിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ സൈഡിൽ നിന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വൈഡായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ സൈഡിലൂടെ പോയിട്ട് നമുക്കിനി ഓരോ പോർഷനുണ്ട്. നമുക്ക് ഇവിടെ ഇറങ്ങി നിന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ബൈറോഡുള്ള നമുക്കും ഗുണം തന്നെയാണ്, വർക്കിംഗ് ചെയ്യുന്നവർക്കും എക്യുപ്മെൻറ്റ്സ് വരാനും ലോറികൾ കടന്നു പോകുന്നതിനും വളരെ ഈസി ആയിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ ബൈ റോഡ് വളരെ ഉപകാരം തന്നെയാണ്. ഇനി കുറച്ചുകൂടി അടുത്താണ് ഞാൻ വന്നിട്ടുള്ളത്, കണ്ടോ. കാരണം ഇവിടെ ഈ പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ വളരെ ദൂരെ നിന്ന് കണ്ട പോർഷൻ നമുക്ക് കുറച്ചുകൂടി അടുത്ത് വന്നു നിന്നാൽ എത്രത്തോളമാണ് വർക്ക് നടക്കുന്നതെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. കുറച്ചുകൂടി അടുത്ത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലെവൽ ചെയ്യാണ്, മണ്ണ് ലെവൽ ചെയ്യാണ്. കാരണം ഫില്ല് ചെയ്തതിന് ശേഷം ലെവൽ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ നടക്കുന്നത്. ഒരു എക്സ്കവേറ്റർ ലെവലിങ്ങും മറ്റൊരു എക്സ്കവേറ്റർ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്നത്, അതായത് നമ്മൾ ട്രഡ്ജ് ചെയ്ത മണലാണ് പൂർണ്ണമായിട്ടും മാറ്റി തൊട്ടടുത്ത് തന്നെ ഫില്ല് ചെയ്യുന്ന കാഴ്ചകളുമാണ്. ഈ 2 എക്സ്കവേറ്റർ വളരെ മത്സരം വെച്ച് വർക്ക് നടത്തും പോലെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി വളരെ കുറച്ച് ഭാഗം, അതായത് ഈ പോർഷനിലെ മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ 4-5 മീറ്ററോളമാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും മണ്ണ് മാറ്റിയിട്ടുള്ളത്. ഈ മണ്ണ് മാറ്റുമ്പോഴുള്ള വിഷ്വൽ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ 10ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഈ 10 വീഡിയോയിൽ നിന്ന് നമുക്ക് ആദ്യം ഇവിടെ എങ്ങനെയാണ് പുല്ല് പിടിച്ച് കിടന്ന പ്ലേസ് ഉൾപ്പെടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫസ്റ്റ് വീഡിയോ മുതൽ നമുക്ക് ആ വ്യത്യാസം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും സാധിക്കും. ആ ഓരോ വീഡിയോയിലും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്ര ആഴ്ച കൊണ്ടാണ് വന്നതെന്നുള്ളതും നമുക്ക് എത്ര വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് വർക്ക് മുന്നോട്ട് പോകുന്നതും നമുക്കറിയാൻ സാധിക്കും. ഇനി ഈ ഭാഗത്താണ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറയാനില്ല, കാരണം ഇവിടുത്തെ പൂർണ്ണമായിട്ടും ചെളി പൂർണ്ണമായിട്ടും കോരി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഡ്രഡ്ജ് ചെയ്ത മണലിട്ട് ഫില്ല് ചെയ്ത് വരുന്ന കാഴ്ചയും നമുക്ക് ഈ ഭാഗത്തോട്ട് കുറച്ച് സൂമിങ്ങിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. അതാണ് ഞാൻ ആദ്യം ഒന്ന് സൂം ചെയ്യാതെ ഒന്ന് നീങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ഭാഷം കുറച്ചുകൂടി സൂം ചെയ്ത് എത്രത്തോളമാണ് ഇവിടെ എല്ലാം വെള്ളം കെട്ടി കിടപ്പുണ്ട്. ഈ വെള്ളം പൂർണ്ണമായിട്ടും നമ്മുടെ പമ്പ് ഉപയോഗിച്ച് മാറ്റുന്നതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട പോർഷനിൽ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലെവൽ ചെയ്തതിന് ശേഷം മണ്ണ് കോമ്പാക്ട് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ മെഷീൻ ഉപയോഗിച്ച് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ കാണുന്ന സൈഡിൽ പാനൽ ഫിക്സ് ചെയ്യുന്ന ജോലികളും ഇവിടെ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും, കേട്ടോ. അപ്പോൾ ഈ വർക്കുകളെല്ലാം ഒരേ ലെവലിൽ തന്നെയാണ്. പല പല വർക്ക് സ്റ്റാഫുകളെ ഡിവൈഡ് ചെയ്തിട്ട്
ഒരേ ലെവലിൽ തന്നെയാണ് മുന്നോട്ട് വന്നത്. മെഷീൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഹെവി എക്യുപ്മെൻസിൻ്റെ സഹായത്തോടെ ആയതിനാൽ എക്യുപ്മെൻസിൻ്റെ സഹായത്തോടെ ആയതിനാൽ വളരെ ഫാസ്റ്റായിട്ട് വർക്കെല്ലാം നടക്കുന്നു. അങ്ങനെ തന്നെയാണ് ഈ വർക്ക് മാത്രമല്ല, ഇതുപോലുള്ള സൈറ്റുകളെല്ലാം വർക്ക് അങ്ങനെ തന്നെയാണ് നടക്കുന്നു. അല്ലാതെ മാൻമെയ്ഡൊന്നും കൂടുതലായിട്ട് വർക്ക് നടക്കില്ല. ഹെവി എക്സ്കവേറ്ററും ഹെവി മെഷീൻസ് ഉപയോഗിച്ച് തന്നെയാണ് വർക്കെല്ലാം നടക്കുന്നത്. ഇനി നമുക്ക് ഈ റോഡിലൂടെ അടുത്തൊരു പോർഷനിലേക്ക് പോകാം. അടുത്തൊരു പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യത്യാസവും തീർച്ചയായിട്ടും നമുക്ക് ഓരോ പോർഷനിൽ നിന്നും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയും ഒരു ഹെവി എക്സ്കവേറ്റർ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത്, അതായത് രണ്ടാമത്തെ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് 1500 മീറ്റർ ഉള്ളത്. നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലോട്ട് നമുക്ക് വണ്ടി വയ്ക്കും. കാരണം ധാരാളം ലോറികളാണ് ഇതുവഴി കടന്നു വരുന്നത്. അതിനാൽ നമ്മളെ വണ്ടി വളരെ സൈഡിലിട്ട് വളരെ സുരക്ഷിതമായി ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി പറയുന്ന സൈറ്റിൻ്റെ അവിടെ നമുക്ക് നോക്കാം എത്രത്തോളമാണ് അവിടെ വർക്ക് കംപ്ലീറ്റ്. ഇപ്പോൾ നമ്മൾ ഈ പോർഷനിലൊന്നും വർക്ക് സ്റ്റാഫിനെ കാണാൻ സാധിക്കില്ല. മെയിൻ അപ്പുറത്തൊക്കെയാണ് എല്ലാ വർക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. കാരണം അവിടെ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇവിടെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരുന്നു. ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇനി ആ ഭാഗത്തുനിന്ന് വർക്കിംഗ് സ്റ്റാഫുകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പാനലിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം പൂർണ്ണമായിട്ടും ഈ സൈഡിലൊക്കെ പാനലിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ വർക്കുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് ഈ പറഞ്ഞ പോർഷനിലാണ് 1500 മീറ്റർ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് 200 മീറ്റർ ഉള്ളത്. ടോട്ടൽ 1700 മീറ്ററാണ് ഈ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പാനലിൻ്റെ സൈഡിലൂടെ തന്നെ ഒരു കോൺക്രീറ്റ് പോർഷൻ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ആ വർക്കും ഇവിടെ നടന്നു വരികയാണ്. നമുക്ക് ഇവിടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനാണ്, ഞാൻ പറയുന്നതിനെക്കാട്ടും ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനാണ് ഞാനിങ്ങനെ വീഡിയോ ഹോൾഡ് ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ പറയുന്നതിൽ തെറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ലൈവ് റെക്കോർഡിങ് ഞാൻ ചിലപ്പോൾ തെറ്റുണ്ടായാലും തീർച്ചയായിട്ടും അറിയാമെന്നുള്ളവർ കമൻറ്റിലൂടെ തന്നെ പറയുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ അവർക്ക് പറയാൻ കൂടി വേണ്ട തന്നെയാണ്. കാരണം പറയുന്നതോടൊപ്പം എനിക്കും ഈ വീഡിയോ കാണുന്നവർക്കും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനും സാധിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഒന്ന് ഹോൾഡായി പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട ഈ കണ്ടം പ്ലേസ് ആയതിനാൽ ധാരാളം ഊറ്റ് നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത്. പക്ഷേ ഈ കലങ്ങുന്നത് എനിക്കൊന്ന് അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. കണ്ട എന്തായാലും നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമാണ് ഒലിച്ച് വരുന്നത്. പക്ഷേ എപ്പോഴും വെള്ളമുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. എന്നിട്ട് കൂടി വയലും കണ്ടം പോലത്തെ പ്ലേസുകളിലൊന്നും വെള്ളം ഇങ്ങനെ കൂടുതലായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാ ഇവിടെ നിന്ന് ഒലിച്ച് വരും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒലിച്ച് എപ്പോഴും വർക്ക് സൈഡിൽ വരും. ഈ വലിച്ച് വരുമ്പോൾ ഇവിടെ ഹോൾഡായ വെള്ളം പൂർണ്ണമായിട്ടും ഈ പമ്പ് ഉപയോഗിച്ച്, തൊട്ട് മുകളിലൊരു പമ്പുണ്ട്, ഈ പമ്പ് ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും പമ്പ് ചെയ്ത് കളയും. അതിനുശേഷം വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ വർക്കിംഗ് ഓരോന്നായിട്ട് നടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദൂരെയായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. ആ സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഒരാഴ്ചയിൽ 1-2 വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം ഇപ്പോൾ 4-5 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ വലിയ മാറ്റങ്ങളിലേക്കാണ് ആ വർക്ക് പോകുന്നത്. ഓരോ ദിവസവും വലിയ മാറ്റങ്ങളിലേക്കാണ് വർക്ക് പോകുന്നതെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കണ്ടോ, നമുക്കിപ്പോൾ 3-4 ഹെവി എക്സ്കവേറ്ററും ക്രെയിനുകളും ഉപയോഗിച്ച് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഭാഗത്തെല്ലാം കുറച്ച് വെള്ളം ഹോൾഡ് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഹോൾഡായ വെള്ളം പൂർണ്ണമായിട്ടും എല്ലാ സ്ഥലത്തും പമ്പ് സെറ്റുകളുണ്ട്. പമ്പ് വെച്ചടിച്ച് തൊട്ടപ്പുറത്ത് ചെറിയ ചാല് പോലുള്ള ഭാഗം ധാരാളമായിട്ടുണ്ട്. ചാലും ഓട പോലത്തെ ഭാഗമുണ്ട്. അതിലൂടെ വെള്ളം പമ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വർക്കിംഗ് സൈറ്റിൽ വെള്ളം പൂർണ്ണമായിട്ട് അടിച്ച് കളയുന്നത്. വെള്ളം അടിച്ച് കളഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ തീർച്ചയായിട്ടും വെള്ളം ഇങ്ങനെ ഉറവ് പോലെ ഊറി ഇറങ്ങുന്ന പ്രതിഭാസവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം നമുക്ക് നേരത്തെ തന്നെ ഈ പറയുന്ന കുളമാറ്റിടുന്ന പ്ലേസ് ആയിരുന്നു വളരെ ദൂരം തോന്നിയെങ്കിൽ ഇപ്പോൾ നമുക്ക് തൊട്ട് അടുത്തായിട്ട് കാണുന്നത് പോലെ നമുക്ക് തോന്നുന്നു. നമുക്ക് ഈ ഭാഗത്തൂടി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ലോറിയിൽ, അതായത് നമ്മുടെ ഈ പറഞ്ഞ പോർട്ടിലെ ട്രഡ്ജ് ചെയ്ത മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ ഭാഗത്തേക്ക് ഡംപ് ചെയ്യുന്ന കാണാൻ സാധിക്കും. കണ്ടോ, നമ്മൾ ഈ കാണുന്ന സൈഡിലൂടെ ബൈ റോഡ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ലോറികൾക്ക് വന്നു പോകാനായി സാധിക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെയാണ്. അത് നമ്മളെ റോഡിൻ്റെ വർക്കിനെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന റോഡ് തന്നെയാണ് നിലവിലെ ബൈ റോഡ്. നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങൾക്ക് മുന്നേയുള്ള റോഡ് തന്നെയാണ് ആ ബൈ റോഡ്. അത് വലിയ ഉപകാരം തന്നെയാണ്. അതുവഴി തന്നെയാണ് നമ്മൾ പാസ് ചെയ്ത് നമ്മൾ വന്ന് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൂടി ഒന്നും വരാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ഈ പറയുന്ന വർക്ക് ചെയ്യുന്ന ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെയും ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് അതൊരു സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്ക് മുന്നോട്ട് പോകുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. ഇനി നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകും. രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മുന്നിലൂടെ അടുത്തേയും ലോറി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം പോർട്ടിലെ ട്രഡ്ജ് ചെയ്ത മണലുമായിട്ട് ലോറികൾ ഓരോന്നായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ബൈ റോഡിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം.
മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പാലത്തിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഈ റോഡ് ഉള്ളത് കാരണം നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. ഈ പറയുന്ന റോഡിലുള്ള ഹെവി മെഷീൻസും കാണും. വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ പറയുന്ന NH66 ഹൈവേൻ്റെ പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഭാഗത്തോട്ട് തിരിഞ്ഞ് ഇവിടെ എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം മെറ്റൽ ഡംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് അയൺ റോഡ്സ് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും മെറ്റലിൻ്റെ കുറച്ച്, അതായത് വളരെ ചെറിയ മെറ്റൽ, അതും ഇവിടെ ബേബി മെറ്റൽ എന്ന് പറയുമായിരിക്കും, അതും ഇവിടെ ഡംപ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടില്ല. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നതിനാൽ ചെറിയൊരു വ്യത്യാസം വന്നാലും തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഇതാണ് NH66 മുകളിലൂടെ പോകുന്ന ബ്രിഡ്ജ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിലൂടെ ഒരു അണ്ടർപാസും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ നമുക്ക് ആ പാലത്തിൻ്റെ മുകളിൽ വരെ നമുക്ക് പോകാം. ഈ സൈഡിലൂടെ ബൈ റോഡ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ നമുക്ക് ഈ ബൈ റോഡിലൂടെ നമ്മൾ ആ റോഡ്, അതായത് നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാഗം വരെ നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അതും മനസ്സിലാവും. നമുക്ക് ബൈ റോഡിൻ്റെ വീതി എത്രയും നമുക്ക് മനസ്സിലാകും. കണ്ടോ, നമുക്ക് പോകാം കുറച്ച് മുന്നോട്ട്. ഈ ഭാഗമെല്ലാം ക്ലോവർ ലീഫിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ക്ലോവർ ലീഫ് എല്ലാം ഈ ഭാഗം സറൗണ്ട് ചെയ്ത് 20 ഏക്കറോളം സ്ഥലമാണ് ഇതിനെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതാ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഈ ബൈ റോഡിലൂടെ, മെയിൻ റോഡിൽ നിന്നും ബൈ റോഡിലേക്ക് കയറുന്ന എൻട്രൻസ് പോർഷനാണ് നമുക്ക് കാണുന്നത്. കണ്ടോ, ഈ എൻട്രൻസ് പോർഷനിലൂടെ നമുക്ക് ഈ പറയുന്ന ഹൈവേയിലേക്ക് നമുക്ക് ബൈ റോഡ് വഴി പ്രവേശിക്കാനായി സാധിക്കും. ധാരാളം വണ്ടികളാണ് ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ എൻഡ് പോർഷൻ, ഈ റോഡ് NH66 എന്ന് ചേർന്ന് കാരോട് എന്ന് പറയുന്ന എൻഡ് പോർഷനിലാണ്. പലപ്പോഴായിട്ട് പലരും കണ്ടു കാണും കാരോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതുവരെ നമ്മൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി നിർത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണെന്ന് തോന്നുന്നു. തമിഴ്നാടിൽ നിന്നുള്ള കന്യാകുമാരി വരെ, അതായത് കാരോട് ടു കന്യാകുമാരി വരെ വർക്ക് നടക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നും, നമ്മളെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നും നമ്മുടെ രണ്ടാമത്തെ ബ്രിഡ്ജ്, അതായത് നമ്മുടെ NH66 നോക്കുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജ്, പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. കണ്ടോ, ഇത്രയും വിശാലമായ റോഡ് തന്നെയാണത്. ധാരാളം വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്ന റോഡ് തന്നെയാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാലേ അത് കാണാൻ സാധിക്കുള്ളൂ. ഈ പോർഷനിൽ, അതായത് വണ്ടികൾ വരുന്നവരെല്ലാം ഈ പോർഷനിൽ നോക്കിയിട്ടായിരിക്കും പലപ്പോഴായിട്ട് പോകുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല, കാരണം ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ തൊട്ട് ബാക്കിലായിട്ട് ധാരാളം വർക്ക് നടക്കുന്നതൊന്നും ഈ ഭാഗത്ത് നിന്ന് നോക്കിയാലോ, കാറിൽ വന്നവർക്കോ അല്ലെങ്കിൽ ബൈക്കിൽ വന്ന് നോക്കിയാലോ അറിയാൻ സാധിക്കില്ല. ഇത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവരെ വിചാരം ഇത് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇല്ല, തൊട്ട് ബാക്കിലായിട്ട് ധാരാളം വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. ആ വന്ന മാറ്റം നമുക്ക് ചെറിയൊരു മെറ്റൽ അഡീഷണലായിട്ട് കൊണ്ടിട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാനേ സാധിക്കും. കാരണം നമ്മുടെ ഈ വർക്ക് പൂർണ്ണമായിട്ട് നമ്മൾ അപ്ഡേഷൻ എടുക്കുന്നതിനാൽ ചെറിയൊരു വ്യത്യാസം വന്നാലും തീർച്ചയായിട്ടും അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് മുതൽ NH66 വരെയുള്ള കണക്ഷൻ റോഡിൻ്റെ അപ്ഡേഷൻ. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് റിലേറ്റഡ് വർക്ക് അപ്ഡേഷൻസ്, അതായത് നമ്മൾ ഈ കാണുന്ന ലിങ്ക് റോഡ് വർക്ക് അപ്ഡേഷൻ, പോർട്ടിൽ നടക്കുന്ന വർക്കിൻ്റെ സ്റ്റാറ്റസ്, എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതുമാത്രമല്ല കപ്പൽ ട്രാക്കിംഗ്, കപ്പൽ പോർട്ടിൻ്റെ പുറത്തുനിന്നും അകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകൾ, മൂറിംഗ് കാഴ്ചകൾ, പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്ക് അപ്ഡേഷൻസും, പോർട്ടിൽ നടക്കുന്ന മൂവ്മെൻറ്റ് ഉൾപ്പെടെ തീർച്ചയായിട്ടും ഈ ചാനൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇത് പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ചാനൽ തന്നെയാണ്. വേറൊരു വീഡിയോയും ഇതിൽ അപ്ലോഡ് ചെയ്യാറില്ല. അതിനു വേണ്ടിയുള്ള ചാനൽ തന്നെയാണ്. അതിനാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന പോർട്ട് റിലേറ്റഡ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് ആദ്യമായി തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.